സിയോള് ഹീറോയിന്റെ 9 ടേൽസ് കണ്ട് ഷോക്കായി നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ഇതെന്താ നോർമൽ അല്ലാത്തൊരു സാധനം എന്ന് ചോദിക്കുമ്പോൾ സാധനമൊന്നുമല്ല, അതൊക്കെ പിന്നെ പറയാന്നും പറഞ്ഞ് പോവാൻ നേരം വീണ്ടും ഇടിച്ചു വീഴാണ്. ഒരു ഡോർ ഓപ്പൺ ആക്കാൻ പോലും അവളുടെ പവർ കൊണ്ട് ഇപ്പൊ പറ്റുന്നില്ല എന്ന് കണ്ട് നേരെ ആ ദൈവങ്ങളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ശേഷം എനിക്ക് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ആ വിഗ്രഹങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ച് തീയിടാൻ നിൽക്കുമ്പോൾ ലോർഡ് പാഗുൺ വന്നത് തടയും. എന്റെ സ്പിരിച്വൽ പവേഴ്സിന്റെ വലിയൊരു ഭാഗം ഇപ്പൊ നഷ്ടപ്പെട്ടു. അതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നതായിട്ട് ദേവതകളെ ബഹുമാനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നില്ല, പക്ഷെ മര്യാദ കാണിക്കണമെന്നും പറഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ട് ആ വിഗ്രഹങ്ങളൊക്കെ പഴയ പോലെ ആക്കാണ് അദ്ദേഹം. ശേഷം നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് പറയും. നിന്റെ ഇഷ്ടത്തിന് മനുഷ്യരുടെ വിധികൾ നീ മാറ്റിയത് കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കേട്ടതും യുൻഹോ ഷോക്കാവും. ഇതേ സമയം ആ ലീ ആരെയോ കൊന്നിട്ട് അസിസ്റ്റൻസ് എല്ലാവരും കൂടി അയാളെ കുഴിച്ചു മൂടുന്നതായി കാണിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത സിയോളിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തൊട്ടടുത്ത് ഹീറോയിൻ പ്രത്യക്ഷപ്പെടുകയും നീ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുന്നു പറയാണപ്പോ ആ ഞെട്ടല്ല അവന്റെ ബസ്സും മിസ്സായി പോവും. അതുകൊണ്ട് തന്നെ അവള് പറയുന്നതൊന്നും സിയോള് ശ്രദ്ധിക്കുന്നില്ല. 4 മണിക്കൂർ വേണല്ലോ വീട്ടിലെത്താന്നും പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. നിനക്ക് വീട്ടിൽ പോയാ പോരെ, എന്നാലെങ്കിലും ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറയാണ്. എർത്ത് ഫോൾഡിംഗ് നീ കേട്ടിട്ടുണ്ടോ? ഏകദേശം ടെലിപോർട്ടിംഗ് പോലൊക്കെയാണ്. അങ്ങനെയാണ് നമ്മളിപ്പോ പോവാൻ പോകുന്നത്. സോ ബഹളം വെക്കരുതെന്നും പറഞ്ഞ് ഹീറോയിൻ റോക്കറ്റ് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകണം അവനെ. സിയോളിന് നേരം പേടിയൊന്നും തോന്നില്ല, മറിച്ച് അത്ഭുതമായിരുന്നു. വീട്ടിലേക്ക് എത്തിയതും ഇതുപോലെ യൂറോപ്പിലേക്കും ജർമ്മനിക്കൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ, എനിക്കതൊക്കെ നിസ്സാരമാണ്. ഞാൻ ചിലപ്പോൾ എണീക്കുന്നത് ന്യൂയോർക്കിലായിരിക്കും, ലഞ്ച് കഴിക്കാൻ ഫ്രാൻസിൽ പോവും, കോഫി ഇറ്റലിന്ന് എന്നൊക്കെ പൊങ്ങച്ചം പറയാണപ്പോ ഇത് കേട്ടതും എന്നെ ഒരു വട്ടം കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നു ചോദിച്ച് ഹീറോ അവളുടെ കൈ പിടിക്കുകയാണ്. യുൻഹോക്ക് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ആദ്യം നാണം വരും, പിന്നെയാണ് ബോധം വരിക. കൈവിട്, മനുഷ്യരുടെ അനുവാദം ഇല്ലാതെ എനിക്ക് അവരുടെ ലൈഫിൽ കയറി ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒരു ആഗ്രഹം പറഞ്ഞ് അത് നടത്താൻ എന്നെ സമ്മതിക്കണം. നിന്റെ ഫ്രണ്ട് ഹ്യുൻവോനെ കാർ ഇടിച്ച ആൾക്ക് ശിക്ഷ കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അവളുടെ ചോദ്യത്തിന് സിയോൾ ഒന്നും മിണ്ടാതെ ആലോചിക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്താ ലീയെ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. നിങ്ങളെന്ത് പ്രതിയോട് പെരുമാറുന്ന പോലൊക്കെ, ഇതൊരു മൊഴിയെടുക്കലല്ലെന്ന് ചോദിക്കുമ്പോ ലീ ഇപ്പൊ പ്രതിയാണെന്നും പറഞ്ഞ് അവർക്ക് കിട്ടിയ CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കും. അതോടെ ലീക്ക് ആകെ ടെൻഷനായി ബാത്റൂമിലേക്ക് പോയും ഹീറോയിനെ വിളിക്കാൻ അവളുടെ കാർഡ് കത്തിക്കുമെങ്കിലും യുൻഹോ വരുന്നുണ്ടാവില്ല. ഏൽപ്പിച്ച പണി കോളാക്കിയിട്ട് നീ ഇത് എവിടെയാണെന്ന് ബഹളം വെക്കാണവൻ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം മീഡിയാസ് ഒക്കെ അവനെ പൊതിയെങ്കിലും താങ്കൾ കാറിടിച്ചിട്ട് വേറൊരാളെ കുറ്റേൽക്കാൻ നിർബന്ധിച്ചു എന്നുള്ളത് സത്യമാണോ എന്നുള്ള ചോദ്യത്തിന് ആർക്കും മറുപടി കൊടുക്കാതെ പോകുന്ന ടൈം അവന്റെ അച്ഛനും ലീയെ വിളിച്ച് കുറെ ചീത്ത പറയുന്നുണ്ട്. ഇവർ ഇന്നലെ കൊന്നു കുഴിച്ചിട്ടത് സ്റ്റേഷനിൽ ലീക്ക് പകരം കുറ്റേൽക്കാൻ പോയ ബോങ്ങിനെയായിരുന്നു. ബോഡി ശരിക്കും കുഴിച്ചിട്ടിട്ടില്ലേ എന്ന് ലീ ചോദിക്കുമ്പോ ഈ അടുത്തൊന്നും പോലീസ് എന്തായാലും ബോഡി കണ്ടുപിടിക്കാൻ പോണില്ലാന്ന് അസിസ്റ്റന്റും പറയും. ഈ സമയം പെട്ടെന്ന് റേഡിയോ ഓണായി ഒരു ന്യൂസ് ചാനലില് ബോങ്ങിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുള്ള വാർത്തയാണ് ഇവര് കേൾക്കുക. അപ്പോഴാണ് ഇതെല്ലാം യുൻഹോന്റെ പണിയാണെന്ന് അവന് മനസ്സിലാവുന്നത്. ഇനി നീ എന്നെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, നീ ഇപ്പൊ എന്റെ ക്ലയന്റും അല്ല എന്ന് പറയാണെന്നിട്ട് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്, അതിൽ സന്തോഷിക്കുന്നതൊക്കെ. പക്ഷെ നീ ഓവറായി കുടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി, പോരാഞ്ഞിട്ട് അത് മറയ്ക്കുന്ന ആവശ്യത്തിനിടയിൽ ഒരാളെ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് പവർ നഷ്ടപ്പെട്ടെന്നും എനിക്കത് തിരിച്ചു വേണം. സോ നിനക്കിനി കള്ളം പറയാനും ഒന്നും മറയ്ക്കാനും പറ്റാതാവട്ടെ എന്നും പറഞ്ഞ് കൈ ഞൊടിച്ചതും അവൻ അങ്ങനെയാവും. അതോടെ കാറ് നേരെ ആ മീഡിയക്കാരുടെ അടുത്തേക്ക് എന്നെ എത്തി. ലീ പുറത്തിറങ്ങിയും അവൻ ചെയ്ത തെറ്റുകളും കൊലപാതകങ്ങളും ഒക്കെ ഏറ്റുപറയാണ്. അവൻ എത്ര ശ്രമിച്ചിട്ടും അത് പറയാതിരിക്കാൻ അവന് പറ്റുന്നുണ്ടാവില്ല. കുറ്റം ഏൽക്കാൻ തനിക്ക് പറ്റില്ല എന്നും പറഞ്ഞു പോയ ബോങ്ങിനെ ദേഷ്യത്തില് തലക്കടിച്ച് കൊല്ലാണവൻ. ശേഷം ബോഡി മറവ് ചെയ്തു എന്നൊക്കെ പറയുന്നതിനിടെ പോലീസ് വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോകും. കട്ട് ചെയ്താ യുൻഹോക്ക് അവളുടെ സ്പിരിച്വൽ പവേഴ്സ് എല്ലാം തിരികെ കിട്ടുകയും അവളുടെ സ്കെയില് ബാലൻസ് ആവുന്നതായും കാണിക്കുന്നുണ്ട്. സിയോൾ ആണെങ്കിൽ ഇതേ സമയം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റെസ്റ്റ് എടുക്കാൻ വന്നിരുന്നതും ഒരു സ്യൂട്ട് കേസും കൊണ്ട് ഹീറോയിൻ വരും. ഇത് നിനക്കുള്ള ഗിഫ്റ്റ് ആണ്, വൈകാതെ ആവശ്യം വരും. നീ ന്യൂസ് കണ്ടില്ലേ, എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ആക്കി എന്ന് പറയുമ്പോ താങ്കൾ ശരിക്കും ആരാണെന്ന് ചോദിക്കാണ് സിയോൾ. പിശാചാണോ സാത്താനാണോ എന്നൊക്കെ ചോദിച്ചതും ഇത്രയും ഭംഗിയുള്ള ഞാനൊരു 9 ടൈൽഡ് ഫോക്സ് ആടാന്ന് പറയാണെന്നിട്ട് അപ്പോഴാണ് ഹോസ്പിറ്റലിൽ വെച്ച് അവൻ കണ്ടത് അവളുടെ വാലുകളായിരുന്നു എന്ന് അവന് മനസ്സിലാവുക. പക്ഷെ കഥകളിലൊക്കെ പോലെ മനുഷ്യന്റെ ചോരയോ ലിവറോ തിന്നുന്ന ടൈപ്പ് അല്ലാന്നും പറഞ്ഞ് അവളുടെ കാർഡ് അവന് കൊടുക്കും. 9 ടൈൽഡ് ഫോക്സ് ഒക്കെ ബിസിനസ്സും തുടങ്ങിയോന്ന് കേട്ട് ജീവിച്ചു പോണ്ടേ. നീ ഭാവിയിൽ വലിയ ഫുട്ബോളറും പണക്കാരനും ആവാൻ പോവാണ്. സോ എന്റെ ക്ലയന്റ് ആവാൻ പറ്റുമെന്ന് പറയുമ്പോ ഫോക്സ് അല്ലേ ഒന്ന് ഞാൻ എവിടെ എത്താൻ പോണില്ല എന്ന് പറഞ്ഞെന്ന് അവൻ തിരിച്ചു ചോദിക്കും. ഇന്നേരം അതെനിക്ക് ഫ്യൂച്ചർ വായിച്ചാൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പറയണം അവള്. എന്നെ വിളിക്കാൻ എന്റെ ഈ കാർഡ് കത്തിച്ചാൽ മതി എന്ന് പറയുന്നതിനിടെ ഹീറോ അവളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ചത് എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ
യുൻഹോ എന്നാണ് പേരെന്നും പറഞ്ഞ് പോവാണ് അവിടെ. തൊട്ടു പിന്നാലെ സോസർ അസോസിയേഷൻ ടീമിന്റെ ലീഡർ വരെയും സിയോള് നാഷണൽ ടീമിലേക്ക് സെലക്ട് ആയിട്ടുണ്ടെന്നും കേട്ട് ഷോക്ക് ആവാണ് അവൻ. ഹ്യുൻവോന് പരിക്ക് പറ്റിയതുകൊണ്ട് അവന് റീപ്ലേസ്മെന്റ് ആയിട്ടാ ഹീറോനെ എടുത്തേക്കുന്നെന്നും പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് വീക്ക് ട്രെയിനിങ്ങിന് പോവാൻ റെഡി ആവണമെന്ന് പറയാണെന്നിട്ട് അവിടെ സിംഗട്ടായി സിയോള് ഹ്യുൻവോനെ കാണാൻ വന്നിരിക്കുകയാണിപ്പോ. ഹ്യുൻവോനെ ഇനി തൊട്ട് നമുക്ക് ഹ്യൂൺ എന്ന് വിളിക്കാം. എന്റെ കാലും കഴുത്തൊക്കെ ശരിയാവാൻ ഇനി ഒരു കൊല്ലെങ്കിലും പിടിക്കും. ഭാഗ്യത്തിന് ഈ ഹാൻസം ഫേസിനൊന്നും പറ്റില്ല എന്നൊക്കെ ഹ്യൂൺ ഭയങ്കര സിമ്പിൾ ആയാണ് പറയാ. നാഷണൽ ടീമില് നിനക്ക് പകരം എന്നെ എടുത്തോന്ന് കേട്ട് ഞാൻ വരുന്നവരെ നിന്റെ ബെസ്റ്റ് കൊടുത്തോളണമെന്ന് പറയാണ് ചുമ്മാ. കുറച്ചു ദിവസത്തിനകം ടീം ലീഡറിന്റെയും കോച്ചിന്റെ ഒപ്പം സിയോള് ഫ്ലൈറ്റ് കയറാൻ പോകുന്ന സീനും കാണിച്ച് കട്ട് ചെയ്ത പിന്നീട് 9 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഈ സമയം ഹീറോയിൻ ഒരു ഐലൻഡിലെ വെക്കേഷൻ ആസ്വദിക്കായിരിക്കും. പുള്ളിക്കാരിക്ക് കുറച്ച് ദിവസത്തേക്ക് ഐലൻഡ് ഒറ്റയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ 12 മില്യൺ വോൺ ആവും. മാഡത്തിന് ഡിസ്കൗണ്ട് ഇട്ട് 11 തരാന്ന് പറയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, 12 എന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അയാള് നോക്കുമ്പോ 12 മില്യൺ പോയിട്ട് 10 പൈസ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് കുറച്ചു വർഷം ജോലി ചെയ്യാതിരുന്നപ്പോ തന്റെ ബാലൻസ് എല്ലാം തീർന്നു എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ 10 മില്യൺ ആക്കി ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ചോദിക്കുന്നതും കാണിച്ച് കട്ട് ചെയ്താ. പ്രീമിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരിക്കുന്നത് ഹീറോയുടെ ടീമിനാണെന്നുള്ള ന്യൂസ് ആണ് കാണിക്കുന്നത്. ഈ വർഷം നമ്മൾ കളിച്ച 33 മാച്ചിലും നമ്മളാണ് ജയിച്ചത്. അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരാണെന്ന് സിയോള് പറഞ്ഞത് കേട്ട് സന്തോഷിക്കാണ് ടീം മെമ്പേഴ്സ്. ബാക്കിയുള്ള 5 മാച്ചും കൂടി ജയിക്കാൻ ഇപ്പൊ ഇത് സെലിബ്രേറ്റ് ചെയ്യാനും കുടിക്കാനും ഒന്നും നിൽക്കാതെ പോയി റെസ്റ്റ് എടുക്കാൻ ഹീറോ പറഞ്ഞതും എല്ലാവരുടെയും മുഖം മാറും. കട്ട് ചെയ്താ ആ സിയോൾ എന്ത് സൈക്കോ ആണ്. ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടും സെലിബ്രേറ്റ് ചെയ്യേണ്ട പോലും. പറഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്കിത് ഒത്തിരി ഒന്നും അല്ലല്ലോ. സിയോള് ടീമിലേക്ക് വന്നതിന് ശേഷം ഒരു സെലിബ്രേഷൻ പോലും മര്യാദക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാണ് അവര്. മാത്രല്ല ഫുഡിന്ന് കെച്ചപ്പ്, മയണൈസ്, പിസ്സ അങ്ങനെയുള്ളതൊക്കെ മാറ്റിച്ച് ചിക്കൻ ബ്രസ്റ്റ് പോലെയുള്ള മറ്റ് പ്രോട്ടീൻ റിച്ച് ഫുഡ് മാത്രമാക്കി. കാര്യം ഹെൽത്തി ഒക്കെ ആണെങ്കിലും വല്ലപ്പോഴെങ്കിലും വായിക്ക് രുചിയുള്ളത് തിന്നണ്ടെന്ന് പറയാണെന്നിട്ട്. സാരമില്ല, അവനിനി കുറച്ചു നാളും കൂടി സഹിച്ചാ മതി. നമ്മുടെ ക്ലബിൽ നിന്ന് അവന്റെ കോൺട്രാക്ട് തീരല്ലേ. അവനെ വീണ്ടും എടുക്കാനുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും ടീമിന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വലിയ ക്ലബുകളൊക്കെ നല്ല എമൗണ്ട് കൊടുത്ത് അവനെ എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് കാണിച്ച് കട്ട് ചെയ്താ. ഇപ്പോഴുള്ള അതേ ക്ലബ്ബ് തന്നെ സിയോളിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും അവൻ അവരുമായിട്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് വരുന്നതായാണ് കാണിക്കുക. വീണ്ടും 5 വർഷത്തേക്കുള്ള അഗ്രിമെന്റ് ആണെന്നും ലീഗിലെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ഇപ്പോ സിയോൾ ആണെന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. ഹീറോയിൻ പറഞ്ഞ പോലെ അവനിപ്പോ വലിയൊരു പണക്കാരനും ഫുട്ബോൾ പ്ലെയർ ഒക്കെ ആയി. പറഞ്ഞത് അവളാണെങ്കിലും പെട്ടെന്നുള്ള അവന്റെ ഉയർച്ച കണ്ട് അവൾക്ക് തന്നെ അത്ഭുതമായിരിക്കും. അവിടെ സിംഗട്ട് ചെയ്ത ഹ്യൂണിന്റെ അച്ഛൻ അവന് ഫുട്ബോൾ കളിച്ച് കിട്ടിയ സമ്മാനങ്ങളൊക്കെ കവറിൽ കെട്ടി പുറത്തു കൊണ്ടുപോയി കളയാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നിന്റെ ഫുട്ബോൾ ജീവിതമൊക്കെ അവസാനിച്ചു എന്ന് പറയുന്ന കേട്ട് ഹ്യൂൺ അവന്റെ ഉണ്ടായ വലിയ വലിയ ട്രോഫികൾ അടക്കം കളഞ്ഞോളാൻ പറഞ്ഞു കൊണ്ടു കൊടുക്കും. പാവ അവന്റെ അച്ഛനും അതിൽ നല്ല വിഷമുണ്ട്. ശേഷം സിയോളിനെ പോലെ ജയിക്കാൻ പറ്റാഞ്ഞതിന് സോറി പറയാണ് അച്ഛനോട് അവൻ. ചെറുപ്പത്തിൽ നീ അവനേക്കാൾ നല്ല പ്ലെയർ ആയിരുന്നു, ലൈഫ് എങ്ങനെയൊക്കെ മാറുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ സിയോള് ടോപ്പ് ആണെങ്കിലും അടുത്തൊരു 10-20 വർഷത്തിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് പറയുന്നതിനിടെ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങാണ് അവിടെ. അത് കണ്ടതും രണ്ടുപേരും ഓടിച്ചെന്നാൽ ട്രോഫിയൊക്കെ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരും. പിന്നീടുള്ള സീനിൽ യുൻഹോ കുട വാങ്ങാൻ ഒരു ഷോപ്പിൽ കയറിയതും മിക്ക പ്രൊഡക്ട്സിലും സിയോളിന്റെ ഫോട്ടോ ആയിരിക്കും ഉണ്ടാവുക. ഇന്നേരം 2 ഗേൾസ് വന്ന് സിയോളിന്റെ ഫോട്ടോ ഉള്ള ലിമിറ്റഡ് എഡിഷൻ ബണ്ണ് എടുക്കുന്ന കണ്ട് അവനെ പറ്റി അവരോട് ചോദിക്കാണ്. സിയോള് വീക്കിലി ഒരു 500 മില്യൺ വോണെങ്കിലും സമ്പാദിക്കുന്നുണ്ടെന്ന് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ആ കട്ട ഫാൻസ് കാണിച്ചു കൊടുക്കാണ് അവൾക്ക്. അതിൽ സിയോൾ എഴുതിയ അവന്റെ ഓട്ടോബയോഗ്രഫി ഉണ്ടായിരുന്നു. സെയിം ടൈം സിയോൾ ആ ഓട്ടോബയോഗ്രഫി ഇരുന്ന് വായിക്കുന്നത് കണ്ട് ഇത് തന്നെ എത്ര പ്രാവശ്യം വായിക്കുന്ന ടീം ലീഡർ ചോദിക്കും. അതെന്താ, നല്ല ബുക്കല്ലേ, ഇവിടം വരെ എത്താൻ ഞാനിട്ട എഫേർട്ടും ഡിസിപ്ലിൻ, പേഷ്യൻസ്, കടന്നുപോയ കഷ്ടപ്പാടുകൾ എല്ലാം ഉണ്ടെന്ന് പറയാണ്. ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോ എയർപോർട്ടിൽ അവന്റെ ഒരു കൂട്ടം ഫാൻസ് ഉണ്ടായിരുന്നു. അതിലൊരാളായി യുൻഹോയും ഉണ്ട് അവിടെ. ഇപ്പോഴും അവള് കൊടുത്ത ആ സ്യൂട്ട് കേസ് അവന്റെ ഉണ്ടെന്ന് കണ്ട് കുറെ നാളായില്ലേ കണ്ടിട്ട്. എന്തൊക്കെയാ വിശേഷം എന്ന് ഹീറോയിൻ ചോദിച്ചതായിട്ട് എവിടെയാ ഞാൻ സൈൻ ചെയ്യേണ്ടതെന്നാണ് അവൻ തിരിച്ചു ചോദിക്കുക. ആ ഞെട്ടലിൽ നിൽക്കുന്നതിനിടെ ആരും അവളെ തട്ടിയിട്ട് തിരിഞ്ഞു പോവും. ഇന്നേരം സിയോൾ അവളുടെ ബാക്കിൽ സൈനും ചെയ്ത് കണ്ണിറക്കി കാണിച്ചു പോവാണ്. യുൻഹോ ആണെങ്കിൽ ഇന്നേരം അന്തം വിട്ട് നിൽക്കുകയാണ് അവിടെ. ശേഷം അവന്റെ സ്യൂട്ട് കേസ് മറിച്ചിട്ട് ഹീറോ അത് എടുത്തു വെക്കുന്ന ടൈം നോക്കി ചോദിക്കാതെ എന്റെ ബാക്കിൽ സൈൻ ഇട്ടതിന് പകരമാണെന്നും പറഞ്ഞ് ബുക്കില് കുത്തി വരച്ചിട്ട് പോകും. ഇന്നേരം അവളുടെ കാർഡ് ആ പെട്ടിയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതേ സമയം സിയോള് നാട്ടിലേക്ക് എത്തിയ ന്യൂസ് കാണുന്ന ഹ്യൂണിനെയാണ് കാണിക്കുന്നത്. ഹ്യൂൺ അവന്റെ പഴയ കോച്ചിനെ കാണാൻ വന്നതായിരുന്നു. ഈ ടീമിൽ നിന്ന് നീ ഒരുപാട് മുന്നേ പോയതല്ലേ, ഒരു ഓപ്പൺ ട്രൈ ഔട്ടിന് ഇപ്പൊ വന്നാൽ അത് ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ നന്നായി പെർഫോം ചെയ്യും, ഒരു ചാൻസ് തന്നൂടെ എന്ന് ചോദിക്കാണ്. അതൊക്കെ എനിക്ക് അറിയാടാ, പക്ഷെ നിനക്ക് ഏജ് ഇത്ര ആയില്ലേ, ഇപ്പോഴത്തെ ടീമിലെ പിള്ളേര് നിന്നേക്കാൾ വളരെ ചെറുതാണ്,
മാത്രല്ല 3-4 വർഷം ഇതിൽ കളിച്ചാൽ തന്നെ ഇനി നാഷണൽ ടീമിൽ കയറാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അവിടെ നിന്ന് അങ്ങനെ മനസ്സ് വിഷമിച്ച് വരാൻ നേരത്താണ് ഫ്രീ ആണെങ്കിൽ നമ്മുടെ സ്ഥിരം സ്പോട്ടിലേക്ക് വരാൻ പറഞ്ഞ് സിയോളിന്റെ മെസ്സേജ് വരാം. പറഞ്ഞ പോലെ സിയോൾ അവിടെ ഹ്യൂണിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രിയായിട്ടും അവനെ കാണാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യാണെന്നും പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയക്കുമെങ്കിലും ഹ്യൂൺ അത് വായിക്കുന്നല്ലാതെ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. സിയോൾ ആണെങ്കിൽ അവന്റെ റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് പോവാന്നും തീരുമാനിക്കും. അന്ന് സിയോൾ ചെയ്തിരുന്ന പോലെ ഇപ്പൊ ഹ്യൂണും പാർട്ട് ടൈം ജോബൊക്കെ ചെയ്താണ് ജീവിക്കുന്നുണ്ടാവുക. സെയിം ടൈം യുൻഹോ ആണെങ്കിൽ സിയോളിന്റെ നിന്ന് നല്ലൊരു എമൗണ്ട് കൊളുത്തുന്നുള്ള പ്രതീക്ഷയിൽ ഒരു പ്രൈവറ്റ് തീം പാർക്ക് തന്നെ ഡിസൈൻ ചെയ്യാണ്. വർക്ക് തുടങ്ങാനുള്ള പൈസ വൈകാതെ എനിക്ക് കിട്ടുമെന്നും പറഞ്ഞ് അവിടെ വരാൻ പോകുന്ന ഓരോ ചെയർ ഉൾപ്പെടെ അവള് തന്നെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. ശേഷം അവിടെ വരുന്ന അഡ്വഞ്ചർ സാധനങ്ങളൊക്കെ നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നിട്ട് അതും പോരാണ്ട് ഒരു ഐഡൽ ഗ്രൂപ്പും തുടങ്ങാൻ തീരുമാനിച്ച് അതിലുള്ളവരെ സെലക്ട് ചെയ്യും. അങ്ങനെ ഓരോ പണിയിലാണ് പുള്ളിക്കാരി. പണ്ടേ മേലനങ്ങി പണിയെടുക്കാൻ മടിയായോണ്ട് തന്നെ ചെയറൊക്കെ അവള് തന്റെ പവർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. എന്റെ കാർഡ് ഇതിനകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, എന്നിട്ടും അവൻ എന്താ വിളിക്കാത്തെന്നാണ് ഇതിനിടയിലും ആലോചിക്കുന്നത്. അവിടെ സിങ്കട്ടായി സിയോൾ അവന്റെ ബോഡിയൊക്കെ റിലാക്സ് ആക്കുന്നതിനിടെ അവിടെ യുൻഹോനെ കണ്ടതും പേടിച്ചു പോവാണ്. താൻ ആരാ? എന്റെ ഫാനാണോ? ആണെങ്കിലും ഇങ്ങനെ വീട്ടിലേക്കൊന്നും വരരുതെന്ന് പറയുമ്പോ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, പുറത്തിറങ്ങാൻ പറയുന്നതായിട്ട് തുണി ഇല്ലാണ്ടോന്ന് അവൻ. നിനക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ലേന്ന് ചോദിച്ചതും അവൻ ഒന്നാലോചിക്കുന്നതിനിടെ യുൻഹോ കൈ ഞൊടിച്ചിട്ട് ആ ടവൽ എടുത്തു കൊടുത്തതും ഓർമ്മ വരും. ഇനി പറഞ്ഞോ, എന്താ ആഗ്രഹം എന്ന് വെച്ചാ പറഞ്ഞോ, ഞാൻ സാധിച്ചു തരാന്ന് പറയുമ്പോ എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാന്നാണ് സിയോള് പറയാം. എനിക്ക് എന്റെ ഇപ്പോഴത്തെ ലൈഫ് വളരെ ഇഷ്ടമാണ്, ഒന്നും ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, തോൽവിയും ജയമൊക്കെ ഇതിന്റെ ഭാഗമല്ലേ എന്ന് പറയും. ഫാമിലിനെ പറ്റിയും മറ്റു പലതും പറഞ്ഞു നോക്കുമെങ്കിലും അവനൊന്നും മാറ്റാൻ താല്പര്യമില്ലായിരുന്നു. അച്ഛനും അമ്മയും മുന്നേ മരിച്ചുപോയി, ഇപ്പൊ അമ്മൂമ്മയും മരിച്ചു. സോ അവരുടെ ഹെൽത്ത് ഒന്നും ശരിയാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് കണ്ട് മനുഷ്യന്റെ ജീവിതം എപ്പോഴും ഒരേപോലെ ആവില്ല, ഭാവിയിൽ നിനക്ക് എന്റെ ആവശ്യം വരുന്നും പറഞ്ഞ് അവള് പോയതിന് തൊട്ട് പിന്നാലെ ഫുഡ് ഡെലിവറിക്ക് ആള് വന്നതും സിയോള് ഡോറ് തുറക്കും. ഇന്നേരം ഹ്യൂണിനെ കണ്ടതോടെ ഷോക്ക് ആവാണ് അവൻ. ഇതേ സമയം ടീം ലീഡറിനെ അവരുടെ അസിസ്റ്റന്റ് എന്തോ ന്യൂസ് കൊണ്ട് കാണിക്കുകയും അവരും കണ്ണും മിഴിച്ച് നിൽക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്താ. നീ എന്തേ പറയുന്നേ? നീ ഇത്രയും സ്ട്രഗിൾ ചെയ്യാറുണ്ടെങ്കിൽ എന്നെ അറിയിക്കാറുന്നില്ലേ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയേ ഉള്ളൂ എന്ന് ഹീറോ പറയുന്നതിനിടെ ഹ്യൂൺ ആ കാർഡ് ശ്രദ്ധിച്ചിട്ട് അതെന്താണെന്ന് ചോദിക്കാണ്. ഇന്നേരം നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് സിയോള് ചോദിക്കുന്നതും കാണിച്ച് കട്ട് ചെയ്താ. ഞാൻ ഇപ്പൊ ചോദിച്ചതില് റിഗ്രറ്റ് ചെയ്യാണെന്നുള്ള ഹീറോയുടെ ഒരു വോയിസ് ആണ് വരാം. പിന്നീട് കാണിക്കുന്ന സീനിൽ ഹ്യൂൺ എണീറ്റതും അവനൊരു ഫ്ലൈറ്റിലാണിപ്പോ. എയർ ഹോസ്റ്റസ് അവന്റെ പേര് പറയുമ്പോ എന്റെ പേരെങ്ങനെ അറിയാന്ന് ചോദിച്ചത് കേട്ട് കൊറിയയിൽ ആർക്കാ താങ്കളെ അറിയാത്തെന്നാണ് അവള് പറയാ. സെയിം ടൈം സിയോൾ എണീക്കുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്തായിരിക്കും. ഇന്നേരം യുൻഹോ അവിടേക്ക് വന്നതും ഞാൻ എന്താ ഇവിടെയെന്ന് ചോദിക്കാണവൻ. ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ലേ, ഇനി എന്റെ ക്യാഷ് തരാൻ പറയുന്ന കേട്ട് ഹ്യൂണിന്റെ ആഗ്രഹമല്ലേ സാധിച്ചെന്നും പറഞ്ഞ് ഞെട്ടി നിൽക്കുന്ന സിയോളിനെ കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. സോ ഇനിയുള്ള നമ്മുടെ ഹീറോയുടെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്നും രണ്ടുപേരുടെ ഫേറ്റ് തമ്മിൽ സ്വാപ്പ് ആയെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. താങ്ക്